നമ്മൾ അറിയുന്നത് ഇന്ന് അർജന്റീന നിരയിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ വളരെ സർപ്രൈസിംഗ് ആയി ചില താരങ്ങളൊക്കെ വന്നു. കാരണം പരിക്കുണ്ടായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ നിരയിൽ എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. അർജന്റീനയുടെ പ്ലേയിങ് 11 അത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇതായിരിക്കും ഉണ്ടാവുക. അർജന്റീനയുടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇന്ന് ഒരേ ഒരു മാറ്റം തന്നെയാണ് പല മാധ്യമങ്ങളും പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാസ് ഷെഡ്യൂളൊക്കെ തന്നെ പറയുന്നത് ഇതാണ് അർജന്റീനയുടെ നിര എന്നുള്ളത് തന്നെയാണ്. മുന്നേറ്റത്തിൽ ലിയോണൽ മെസ്സി, ലൗട്ടാറോ മാർട്ടിനസ്, ഒപ്പം തന്നെ തിയാഗോ അൽമാഡ എന്നുള്ളതാണ് മുന്നേറ്റത്തിലുണ്ടാവുക. അതിൽ തന്നെ ലൗട്ടാറോ മാർട്ടിനസിനെ മാറ്റി ഹൂലിയൻ അൽവാരസിനെ കൊണ്ടുവരാൻ കോച്ച് ലിയോണൽ സ്കലോണി ആലോചിച്ചിരുന്നു. അതുപോലെ തന്നെ തിയാഗോ അൽമാഡയ്ക്ക് പകരം നിക്കോ ഗോൺസാലസിനെയും പരീക്ഷിച്ചേക്കാം എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ അത് രണ്ടും ഉണ്ടാവുന്നില്ല. ഹൂലിയൻ അൽവാരസിന് ചെറിയ പരിക്കിൻ്റെ ചില പിടിയിലാണ്, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കേണ്ട എന്നത് വെച്ച് തന്നെയായിരിക്കണം ലൗട്ടാറോ മാർട്ടിനസിനെ ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അല്ലെങ്കിൽ അർജന്റീന ആരാധകർ വലിയ ആശങ്കയിലായിരുന്നത് അവരുടെ മിഡ്ഫീൽഡിനെ കുറിച്ചായിരുന്നു. പക്ഷേ കലക്കൻ കളിയുമായി മിഡ്ഫീൽഡ് ആരാധകരെയും ടീമിനെയും ഒക്കെ തന്നെ തൃപ്തിപ്പെടുത്തി. അത് ഡീപോളും മെക്കാലിസ്റ്ററും ഒപ്പം തന്നെ എൻസോ ഫെർണാണ്ടസും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ഡീപോൾ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെയൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കലക്കൻ മെസ്സിയുടെ ഗോളിനോട് തുല്യത, അല്ലെങ്കിൽ അതോ അതിനേക്കാൾ മികച്ചതോ എന്ന് വിശേഷിപ്പിക്കുന്നതായിരുന്നു ആ ഒരു ത്രൂ ബോൾ. അപ്പോൾ ഡീപോൾ ഇന്നും മെസ്സിക്ക് പന്ത് നൽകാനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്ക് ഫോറിലേക്ക് വരുമ്പോഴാണ് അവിടെയാണ് ഇന്ന് ടീമിൽ പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു മാറ്റം. അത് ആദ്യ മത്സരത്തിൽ മൊണ്ടേഗലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മൊണ്ടേഗലിന് പകരം ഇന്ന് ഒരു പക്ഷേ ഇറങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സാധ്യതയും വരുന്നത് മൊണ്ടേഗലിന് പരിക്കാണെന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ പരിക്കാണ്. അതുകൊണ്ട് തന്നെ നൊഹേൽ മൊളിയേനയായിരിക്കും റൈറ്റ് ബാക്കിൽ ഉണ്ടാവുക. സെൻറ്റർ ബാക്സിൽ മാറ്റമില്ല. കുട്ടി റൊമേറോയും ഒപ്പം തന്നെ ലിസാൻഡ്രോ മാർട്ടിനസുമായിരിക്കും അവിടെ കളിക്കുന്നത്. റൈറ്റ് ബാക്കിൽ ഒരിക്കൽ കൂടി ടാഗ്ലിയാഫിക്കോ ഇപ്പോഴും ഫിറ്റ്നസ് പൂർണ്ണമായി വീണ്ടെടുത്തില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഫെക്കുണ്ടോ മെഡീന തന്നെയായിരിക്കും ലെഫ്റ്റ് ബാക്കിൽ ഉണ്ടാവുക. ഇതായിരിക്കും അർജന്റീനയുടെ സ്കലോണിയുടെ ടീം, പ്ലേയിങ് 11 എന്ന് തന്നെയാണ്. അപ്പോൾ ഒത്ത പകരക്കാരും അണിനിരയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈ മെസ്സിക്കും മറ്റു താരങ്ങൾക്കും ടയേർഡായാലും ഒന്നും പേടിക്കേണ്ട, ആവശ്യമുള്ള ആളുകൾ വരും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യത്തിലേക്കാണ്. അർജന്റീനയുടെ മുന്നേറ്റ നിരയിൽ 2 ഓപ്ഷനുകളാണ് സ്കലോണിക്കുള്ളത്. അത് സീരിയ എയിൽ 17 ഗോളുകളുമായി മിന്നം ഫോമിലുള്ള ലൗട്ടാറോ മാർട്ടിനസും ഒപ്പം തന്നെ ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി തകർപ്പൻ ഫോമിൽ കളിക്കുന്ന ഹൂലിയൻ അൽവാരസും. അതായത് ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കുന്ന ഒരു ഇരട്ടക്കുഴൽ തോക്ക് എന്ന് വേണമെങ്കിൽ അർജന്റീനയ്ക്ക് വിശേഷിപ്പിക്കാവുന്ന 2 താരങ്ങൾ, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 2 താരങ്ങൾ. അപ്പോൾ 2 പേരെയും ഒന്ന് കമ്പയർ ചെയ്താലോ എങ്ങനെയായിരിക്കും ഇവരുടെ പ്രകടനം എന്നുള്ളത്. ആദ്യം ഹൂലിയൻ അൽവാരസിലേക്ക് പോകാം. അദ്ദേഹമാണ് കഴിഞ്ഞ ലോകകപ്പ് ഫൈനലടക്കം സ്റ്റാർട്ട് ചെയ്തത്. ഹൂലിയൻ അൽവാരസ് അർജന്റീൻ കുപ്പായത്തിൽ 52 മത്സരങ്ങളിൽ കളിച്ചു. അതിൽ 14 ഗോളാണ് അടിച്ചത്, 7 അസിസ്റ്റ് നൽകി. അദ്ദേഹം കഴിഞ്ഞ തവണ ക്രൊയേഷ്യക്കെതിരെ അടിച്ച ഇരട്ട ഗോളൊക്കെ തന്നെ, സെമി ഫൈനലിൽ അടിച്ച ഇരട്ട ഗോളുകളൊക്കെ തന്നെ ആരാധകരുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും. ഒപ്പം തന്നെ കോപ്പ അമേരിക്കയിലെ ടോപ്പ് സ്കോററായി മാറിയ ലൗട്ടാറോ മാർട്ടിനസ്, അദ്ദേഹം ഇന്റർ മിലാന്റെ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ 78 മത്സരങ്ങളിൽ ഇതുവരെ കളിച്ചു. അതിൽ 37 ഗോളുണ്ട്, 12 അസിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് സമീപകാലത്ത് കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ കിരീട നേട്ടത്തിൽ പ്രധാന താരമായിരുന്നു. പ്രത്യേകിച്ച് പകരക്കാരനായൊക്കെ തന്നെ ഇറങ്ങിയിട്ട് പോലും ഗംഭീര പ്രകടനമാണ് അർജന്റീനയ്ക്കായി കാഴ്ചവെച്ചത്. മെസ്സിയുടെയൊക്കെ തന്നെ പ്രശ്നങ്ങൾക്കിടയിലും ഗോൾ അടിച്ചു കൂട്ടിയത് ലൗട്ടാറോ മാർട്ടിനസ് ആയിരുന്നു. അപ്പോൾ 2 താരങ്ങളും ഒന്ന് പോയാൽ ഒന്നിനേക്കാൾ മികച്ച താരങ്ങളായി 2 പേരുമുണ്ട്. അതുകൊണ്ട് അർജന്റീനയുടെ സ്ട്രൈക്കർ പൊസിഷനിൽ സത്യത്തിൽ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ്. ആര് കൂടുതൽ ഗോൾ അടിച്ചാലും അർജന്റീന ആരാധകർക്ക് സന്തോഷം മാത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.